ഇലക്ഷന് മുന്നേ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയും ഇലക്ഷന് ശേഷം അതൊന്നും പാലിക്കത്തില്ല എന്ന് മാത്രമല്ല ജനങ്ങളോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്കറിയാം. അവരുടെ ഇടയിലും വ്യത്യസ്തനായിട്ടുള്ള ഒരാളുണ്ട്. അതാണ് MP രാഘവ് ചന്ദർ. നമ്മൾ ചില സിനിമകളിലൊക്കെ കാണത്തില്ലേ, നന്മയ്ക്ക് വേണ്ടി സാധാരണക്കാരുടെ ലൈഫിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്ന ഒരാള്. അങ്ങനെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ് ഇദ്ദേഹം. എയർപോർട്ടിൽ ഒരു കുപ്പി വെള്ളത്തിന് 100 രൂപയാണ്. ടീയും കോഫിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 300 മുതൽ 400 രൂപ വരെ വരും. ഒരു സാധാരണക്കാരന് ഒരിക്കലും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചോദ്യം ഉന്നയിച്ചത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ശക്തമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് മുന്നിൽ പല വിമാനത്താവളങ്ങളിലും ഇപ്പൊ ടീക്കും കോഫിക്കും ഒക്കെ 10-20 രൂപയും മാത്രമാണ്. മൊബൈൽ റീചാർജിന്റെ പേരിൽ പല കമ്പനികളും വലിയൊരു സ്കാം നടത്തി. ഒരു വർഷം 12 മാസമല്ലേ ഉള്ളത്, പക്ഷെ പല റീചാർജ് കമ്പനികൾക്കും അത് 13 മാസമാണ്. അതായത് 28 ദിവസം നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുന്നത് വഴി ഒരു വർഷം 1 മാസം എക്സ്ട്രാ പൈസയാണ് നമ്മൾ ഈ കമ്പനികൾക്ക് പേ ചെയ്യുന്നത്. ടെലികോം കമ്പനിക്കാർ നടത്തുന്ന ലാഭക്കൊള്ള പുറത്തു കൊണ്ടുവന്നത് കൊണ്ട് റീചാർജ് ചെയ്യാനുള്ള കാലാവധി 28 ദിവസം എന്നുള്ളത് 30 ദിവസവും കലണ്ടർ മന്ത് വാലിഡിറ്റിയോ ആക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കൊണ്ട് സാധിച്ചു. നമ്മുടെ എയർപോർട്ട് ലഗേജിൽ 1 കിലോ എക്സ്ട്രാ കൂടിയാൽ പോലും വിമാന കമ്പനികൾ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ പൈസ ഈടാക്കാറുണ്ട്. അതേ വിമാന കമ്പനിക്കാർ എന്തുകൊണ്ട് ഈ ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസൽ ആകുകയോ ഡിലേ ആകുകയോ ചെയ്താൽ യാത്രക്കാർക്ക് അവർ അർഹിക്കുന്ന കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. അത് മാത്രമല്ല, ഇപ്പോഴുള്ള ടാക്സ് സിസ്റ്റത്തെ കുറിച്ച് പോലും അദ്ദേഹം രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാം ആരോഗ്യം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത്. അതിന് പോലും എന്തിനാണ് ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും തെളിയിക്കപ്പെടാത്ത ക്രിമിനൽ കേസുകൾ ഒരുപാടാണ്. അതിൽ ബലാത്സംഗം, കൊലപാതകം, മണി ലോണ്ടറിംഗ് ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേസിന്റെ എല്ലാം മുഖ്യ പ്രതിസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ചില MLA-മാരും MP-മാരൊക്കെയാണ്. ഈ ആളുകളുടെ പേരും മേൽവിലാസവും സഹിതം ഫുൾ ഡീറ്റെയിൽസ് അദ്ദേഹം പാർലമെന്റിൽ പറയുകയുണ്ടായി. ഈ ഒരു കാരണത്താൽ 115 ദിവസത്തേക്കാണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. ഇതുകൊണ്ട് അദ്ദേഹം ഈ രാഷ്ട്രീയം വിടാനോ വിരമിക്കാനോ ഒന്നും നിന്നില്ല, പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരികയാണ് ചെയ്തത്. നമുക്കൊക്കെ ഒരു മാസം മൊബൈൽ റീചാർജ് ചെയ്യാനായിട്ട് എത്ര രൂപ വേണ്ടിവരും? 300-400 രൂപ. പക്ഷെ മന്ത്രിമാർക്ക് റീചാർജ് അലവൻസ് ആയിട്ട് മാത്രം കിട്ടുന്നത് 9,000 രൂപയാണ്. മൊബൈൽ റീചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കി തുക എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ചോദ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. കുറഞ്ഞ ചെലവിൽ നേതാക്കന്മാർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ നമ്മൾ എന്തിനാ ഇത്രയും ടാക്സ് അടയ്ക്കുന്നത്? ഇപ്പോൾ വരുന്ന വാർത്ത എന്തെന്നാൽ 2026 ഏപ്രിൽ 2 മുതൽ ആം ആദ്മി പാർട്ടി രാഘവ് ചന്ദയെ രാജ്യസഭയിലെ പാർട്ടി ഉപനേതാവ് എന്ന സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തു. ആം ആദ്മി പാർട്ടി ഇതിന്റെ കാരണം പോലും പുറത്തുവിട്ടിട്ടില്ല. എന്തായിരിക്കും കാരണം എന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ. ലക്ഷങ്ങൾ വരുമാനമുള്ള കോർപ്പറേറ്റ് ജോലി ഉപേക്ഷിച്ച് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിൽ ഇറങ്ങി തിരിച്ച് ഇദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരുപാട് ഇതുപോലത്തുള്ള ഹീറോയിക് മൊമെന്റ്സ് ഉണ്ട്. സത്യമേവ ജയതേ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞിട്ടുള്ള ആൾക്കാർ എല്ലാവരും തന്നെ സമൂഹത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടിട്ടേ ഉള്ളൂ.